അതുകൊണ്ട് തന്നെ അങ്ങോട്ട് വന്ന് പിന്നെ റിസോർട്ടുകളിലൊക്കെ വന്ന് പിന്നെ ടൂറിസ്റ്റുകൾ ഞങ്ങൾ പാതി വഴി തടഞ്ഞ് അവരെ തിരിച്ചു പറഞ്ഞു വെച്ചു. അതുകൊണ്ടൊക്കെ കുറെ പേര് പിന്നെ അപകടത്തിൽ രക്ഷപ്പെട്ടു. ഇനി വളരെ പ്രധാനപ്പെട്ട ഇപ്പൊ ആപ്പാടെ 250 പേരോ അത്ര ആൾക്കാരെ ഇത് കിട്ടിയിട്ടുള്ളൂ. 330 പേര് 354 പേരാണ് ടോട്ടൽ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ മാത്രം ഇവിടെ മുണ്ടക്കയിൽ മാത്രം നമ്മളെ കണക്ക് ഇപ്പൊ സംസാരിച്ച പ്രകാരം കണക്ക് 2000 ഒരു 250 പേരെ മാത്രമാണ് രക്ഷപ്പെട്ടിട്ടുള്ളത്. ബാക്കി അന്നേരം 1750 പേർ അവിടുന്ന് ഒഴുകിപ്പോയി എന്നല്ലേ അതിനർത്ഥം? അതെ, നമ്മള് അത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് ക്ലിയർ ആവുന്നില്ല. കാരണം നിലവിലുള്ള അവിടത്തെ ആൾക്കാരും അത് പിന്നെ മറ്റ് ബന്ധുവീടുകളിലേക്ക് പോയതും ഒക്കെ കൂടി പിന്നെ അന്ന് മാറിയ അവസ്ഥയിലൊക്കെ വെച്ച് കൂട്ടിയാലും നമ്മൾ വലിയൊരു പിന്നെ സംഖ്യ കാണാനുണ്ട്. അത് കുറഞ്ഞ ബോഡിയെ കിട്ടിയുള്ളൂ. നമസ്കാരം. വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ എണ്ണം 402 എന്നാണ് സർക്കാർ പറയുന്നത്. പക്ഷേ അത് മാത്രമാണോ കണക്ക് എന്നുള്ളത് സംശയമാണ്. കാരണം അവിടെ ഉണ്ടായിരുന്നവരിലേറെയും ആ ഉരുൾപൊട്ടലിൽ പെട്ടുപോയിട്ടുണ്ട്. 500-ലധികം വീടുകൾ തന്നെ ആ പഞ്ചായത്തിലുണ്ടായിരുന്നു. മേപ്പാടി പഞ്ചായത്തിലും ചൂരൽമലയിലുമൊക്കെയായി അതിലേറെ വീടുകൾ ഉണ്ടായിരുന്നു. നമ്പർ ഇടാത്ത വീടുകൾ ഈ 500-ൽ പെടാത്തവയുണ്ട്. അത്തരത്തിൽ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ, വോട്ടേഴ്സ് ലിസ്റ്റ് ഉൾപ്പെടെയുള്ളവ എടുത്തു നോക്കുമ്പോൾ സർക്കാർ പറഞ്ഞതിൽ കൊള്ളുന്നതല്ല ഈ കണക്കുകൾ എന്ന് നമുക്ക് വ്യക്തമാകും. ചാലിയാർ പുഴയിൽ നിന്ന് ഉൾപ്പെടെ ലഭിച്ച മൃതദേഹാവശിഷ്ടങ്ങൾ കൂട്ടിയാൽ പോലും ശരിയായ കണക്കിലേക്ക് സർക്കാർ കടക്കുന്നില്ല എന്നുള്ളതാണ് വ്യക്തമാകുന്ന ഒരു കാര്യം. നമുക്കും ഇത്തരത്തിലൊരു സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ക്രൈം ഓൺലൈൻ ചീഫ് എഡിറ്റർ ശ്രീ TP നന്ദകുമാർ മേപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റുമായി സംസാരിക്കുകയുണ്ടായി. അദ്ദേഹവും പറയുന്നത് 2000-ലധികം ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ലഭിച്ചതൊന്നുമല്ല, ഇപ്പോൾ പുറത്ത് പറയുന്ന കണക്കുകൾ ഒന്നുമല്ല. 2000-ലധികം ആളുകൾ മരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്, ഈ ദുരന്തത്തിൽ മരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹവും സമ്മതിക്കുന്ന ഒരു കാര്യം. അതിന് അദ്ദേഹം കൃത്യമായ കാരണങ്ങളും കണക്കുകളും ഒക്കെ പറയുന്നുണ്ട്. അതിലേക്ക് ഈ മേപ്പാടി പഞ്ചായത്താണല്ലോ ഇത്. അതെ അതെ, അതിൽപ്പെട്ട മുണ്ടക്കൈ ചൂരൽമല ഭാഗത്തല്ലേ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്? അതെ അതെ. ഈ ചൂരൽമലയിൽ എത്രമാത്രം വീട് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും? അവിടെ 165 വീടാണ് അവിടത്തെ ഒരു ഔദ്യോഗിക കണക്കുകള്. മുണ്ടക്കയിലോ? മുണ്ടക്കയില് 416 വീടുകളാണ്, 461 വീടാണ് ഉള്ളത്. അതില് ഏകദേശം 400 പോലെ വീട് പോയിട്ടുണ്ട്. അത് പിന്നെ പൂർണ്ണമായിട്ടും ഇപ്പൊ കുറച്ച് വീടുകൾ മുകളിൽ നിൽക്കുന്നില്ല. അപ്പൊ അത് അങ്ങോട്ട് ഇപ്പൊ ആരും കയറിയില്ല. ഹെൽത്ത് അവിടെ തെരച്ചിൽ നടത്തുന്നുണ്ട്, അങ്ങോട്ട് ആരും കയറിയില്ല. എന്നാലും ഒരു 10-30 വീട് അവിടെ ബാക്കിയുള്ളൂ. 461 വീടില് ഏകദേശം 431 വീട്, 30ഓളം വീടുകൾ പോയിട്ടുണ്ട്. ഈ പറയുന്ന 430 അവിടെ പിന്നെ വോട്ടേഴ്സ് ലിസ്റ്റ് പ്രകാരം മുണ്ടക്കയില് 423 പുരുഷന്മാര്, 392 സ്ത്രീകളാണ്. അതെ അതെ അതെ. ഈ ചൂരമലയില് 703 പുരുഷന്മാരും 690 സ്ത്രീകളുമാണ്. അതെ അതെ അതെ. അപ്പൊ ഈ മുണ്ടക്കയില് നമുക്ക് എടുത്തു കഴിഞ്ഞാല് ഈ 30 വീടുകളിലെ ആവറേജ് എടുത്തു നോക്കി കഴിഞ്ഞാൽ തന്നെ മാക്സിമം പോയ 120 പേര്. ബാക്കി കംപ്ലീറ്റ് മറ്റുള്ള വീടുകളിലായിരുന്നില്ലേ? ഒന്നുകൂടി ക്ലിയർ ആവും. ഞാൻ കോഴിക്കോടല്ലേ, പിന്നെ മണിക്കൂർ ഹോസ്പിറ്റൽ വന്നപ്പോ. അല്ല ആയിക്കോട്ടെ, ഒരു 5 മിനിറ്റ് എനിക്കൊന്ന് അല്ല ഒന്നുകൂടി എന്നോട് ചോദിച്ചൊന്ന് ക്ലിയർ ചെയ്താൽ മതി. ഒന്നുകൂടി ഒന്ന് പറയുവാണെങ്കിൽ. അതായത് മുണ്ടക്കയില് 400 വീടുകളോളം നമ്മളെ റെക്കോർഡിക്കലുള്ളതാണ്. അല്ലാതെ ഒരു 10-50 വീട് ഉണ്ടാവുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 50 അല്ലാതെ 100 വീടെങ്കിലും ഉണ്ട് അവിടേക്ക് ആയതുകൊണ്ട് നമ്പർ ഇടാത്ത വീടുകൾ 500ഓളം വീടുണ്ടെന്ന് വിചാരിക്കാം. അതിൽ ഇപ്പൊ നിൽക്കുന്നത് 30 വീടുകൾ മാത്രമാണ്. ഇപ്പൊ അവിടെ ഏകദേശം 800ഓളം ആളുകളാണ് വോട്ടേഴ്സ് ലിസ്റ്റ് ഉള്ളത്. 861 പേര്. 800 എന്റെ അടുത്ത് കിട്ടിയ റെക്കോർഡ് പ്രകാരം 400, 415 പേരാണ്. അല്ലെ, 815 പേരാണ്. ഈ കൂടാതെ കുട്ടികൾ 1 വയസ്സ് മുതൽ 8 വയസ്സ് വരെയുള്ള കുട്ടികൾ ഉണ്ടാവുമല്ലോ, ഒരു 17 വയസ്സ് വരെയുള്ള ഏകദേശം ഒരു 1000-700 പേരുണ്ടാവും. അപ്പൊ അതും കൂടെ കൂട്ടുമ്പോ അവിടെ മാത്രം 1500 പേരവിടെ താമസിക്കുന്നുണ്ട്.
കൂടാതെ അന്യസംസ്ഥാന തൊഴിലാളികളും മറ്റവരൊക്കെ ഉണ്ടാവല്ലോ അവിടെ. ഉണ്ട്, അവര് കൂടുതലാണ്. കാരണം എസ്റ്റേറ്റുകളിലൊക്കെ ജോലി ചെയ്യുന്ന അവർ അവിടെ. പിന്നെ ഒന്ന് പ്രധാനമായിട്ട് XML മലയാളം പ്ലാന്റേഷൻ ആണ്. XML ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ. അതുകൂടാതെ പിന്നെ അവിടെ കുറെ ചെറുകിട എസ്റ്റേറ്റുകളുണ്ട്, പിന്നെ ഏലം എസ്റ്റേറ്റുകൾ. അവിടെയൊക്കെ മറ്റു അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഉള്ളത്. അപ്പൊ ഏകദേശം ഒരു 1500 ഒരു 250 അന്യസംസ്ഥാന കണക്കിൽപ്പെടാത്ത ആളുകളും ഉണ്ടാവുമല്ലോ എന്തായാലും. അപ്പൊ അവിടെ ഒരു 1700 2000 ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു മുണ്ടക്കയിൽ ഭാഗത്ത് മാത്രം, ശരിയല്ലേ? കൂടാതെ ചൂരമലയിലെ മൊത്തം കണക്ക് പ്രകാരം 1400 പേരാണ് വോട്ടേഴ്സ് ലിസ്റ്റ് ഉള്ളത്. 703 സ്ത്രീകളും പുരുഷന്മാരും 690 പുരുഷന്മാരും 1400-നടുത്ത് ആളുകളാണ്. ഓക്കെ. അവിടെ തന്നെ കുട്ടികൾ ഇതേപോലെ ഒരു 10-700 പേര് 17 വയസ്സുള്ളവരെയുള്ള ആൾക്കാരുണ്ടാവും എന്നാണ് കണക്കൂട്ടുന്നത്. അപ്പോൾ അവിടെയും 2100 പ്ലസ് പുറമെയുള്ള അന്യസംസ്ഥാന തൊഴിലാളികളെല്ലാം കൂടി ആകുമ്പോൾ 2500 3000 പേരുണ്ടാവും എന്നാണ് കണക്കൂട്ടുന്നത്. 3000-നടുത്ത്. ഈ രണ്ട് സ്ഥലത്തില് ഏറ്റവും മുണ്ടക്കയില് ഇപ്പം കണ്ടെത്തിയിട്ടുള്ളത് 30 വീടുകൾ മാത്രമാണ്. അവിടുന്ന് വേറെ ആരെങ്കിലും രക്ഷപ്പെടുത്തിയിട്ടുണ്ടോ? അവിടെ ജീവനോട് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞ ഒരാളെയാ. ഈ രണ്ടുപേര് മാത്രമാണ് രക്ഷപ്പെടുത്തിയത്. അപ്പൊ എനിക്ക് എന്റെ ചോദ്യം വളരെ പ്രധാനപ്പെട്ടാണ്. അതായത് ഈ മുണ്ടക്കയിൽ ആരെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു, ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു ആദ്യമേ? അല്ല, അത് നമ്മള് പിന്നെ തലേന്ന് രാത്രി പിന്നെ ഒരു 12 മണിയോട് മഴ കനത്തപ്പോൾ ആ പ്രദേശത്തുള്ള ചെറുപ്പക്കാരൊക്കെ കൂടി കുറെ പേരെ പിന്നെ ഒരു മദ്രസകളിലേക്ക് മാറ്റി. എത്ര പേര്? അത് ഒരു 150 പേരുണ്ട്. 150 പേര്. ഓക്കെ. 150 പേര്. ഓക്കെ. പിന്നെയോ വേറെ ആരെങ്കിലും? വേറെ പിന്നെ ആരും അങ്ങനെ മാറുന്നതായിട്ട് അവര് നമ്മൾ പറഞ്ഞാലും മാറും. ഞാൻ രാവിലെ 29-ാം തീയതി രാവിലെ ഞാൻ തഹസിൽദാരും പിന്നെ വില്ലേജ് ഓഫീസറും പഞ്ചായത്തിന്ന് പ്രസിഡന്റും അതുപോലെ തന്നെ ചെയർമാൻമാരൊക്കെ കൂടി പോയതാ. അവരോട് മാറാൻ പറഞ്ഞപ്പോ അവര് 21-ാം തീയതി പോവാൻ കാരണം 29-ാം തീയതി അതായത് നമ്മള് തുടർച്ചയായിട്ട് 3-4 ദിവസം മഴയായിരുന്നു. അപ്പോൾ പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിലും താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ പിന്നെ വെള്ളം കയറി ആ വീട്ടുകാരെ ഞങ്ങൾ മാറ്റി പറിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടുത്തെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, മുണ്ടക്കലിന്റെ അനുഭവം എന്ന് പറഞ്ഞാൽ 2019 അവിടെ ഒരു ഉരുൾപൊട്ടിയതാണ്. അപ്പോൾ അടുത്ത ഏത് ദിവസങ്ങളും മഴ കനത്തിന്റെ ഏത് ദിവസവും അടുത്ത പോരാൻ സാധ്യത ഉണ്ടാകുന്നുള്ളതൊക്കെ നമുക്ക് നേരത്തെ അറിയാവുന്നതാണ്. പക്ഷെ മഴ അത്ര ഇവരെ ഗവനിച്ചില്ല. അതാണ്. അതല്ല അതിന്റെ അകത്ത് അവിടെ ഒരു ഉരുൾപൊട്ടൽ അതിന് മുമ്പായിട്ടുണ്ടായിരുന്നോ? 2019 അല്ല, ഇപ്പോൾ ഉണ്ടായിരുന്നോ ഈ സംഭവം ഉണ്ടാവുന്നതിന് മുമ്പ് ചെറിയ പൊട്ടൽ? ചെറിയ പൊട്ടലുണ്ടായിരുന്നു. പിന്നെ നമ്മള് 29-ാം തീയതി ചെറിയൊരു പൊട്ടൽ രാവിലെ ഉണ്ടായിരുന്നു. രാവിലെ പൊട്ടൽ ഉണ്ടായിരുന്നു 29-ാം തീയതി രാവിലെ? 29-ാം തീയതി ആണല്ലേ? അതാണ് മനോരമ റിപ്പോർട്ട് ചെയ്തത് അല്ലേ? അതെ. മനോരമ മാത്രല്ലേ റിപ്പോർട്ട് ചെയ്തത്? ഏതൊക്കെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് കറക്റ്റ് അറിയില്ല. ഓക്കെ. അപ്പം നേരത്തെ തന്നെ അന്ന് തന്നെ ഒരു ഭരണകൂടത്തിന് കേരള ഗവൺമെന്റ് അറിയാമായിരുന്നു ഇങ്ങനെ സംഭവം ഉണ്ടെന്നുള്ള അറിയാമായിരുന്നു? അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങോട്ട് വന്ന് പിന്നെ റിസോർട്ടുകളിലൊക്കെ വന്ന് പിന്നെ ടൂറിസ്റ്റുകൾ ഞങ്ങൾ പാതി വഴി തടഞ്ഞ് അവരെ തിരിച്ചു പറഞ്ഞേച്ചു. അതുകൊണ്ടൊക്കെ കുറെ പേര് പിന്നെ അവിടുന്ന് രക്ഷപ്പെട്ടു. ഇനി വളരെ പ്രധാനപ്പെട്ട ഇപ്പൊ ആപ്പാടെ 250 പേരോ അത്ര ആൾക്കാരെ ഇത് കിട്ടിയിട്ടുള്ളൂ. 330 പേര് 354 പേരാണ് ടോട്ടൽ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ മുണ്ടക്കയിൽ മാത്രം നമ്മളെ കണക്ക് ഇപ്പൊ സംസാരിച്ച പ്രകാരം കണക്ക് 2000-ല് ഒരു 250 പേരെ മാത്രമാണ് രക്ഷപ്പെട്ടിട്ടുള്ളത്. ബാക്കി അന്നേരം 1750-ഓളം പേർ അവിടുന്ന് ഒഴുകിപ്പോയി എന്നല്ലേ അതിനർത്ഥം? അതെ. നമ്മള് അത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് ക്ലിയർ ആവുന്നില്ല. കാരണം നിലവിലുള്ള അവിടത്തെ ആൾക്കാരും അത് പിന്നെ മറ്റു ബന്ധുവീടുകളിലേക്ക് പോയതും ഒക്കെ കൂടി പിന്നെ അന്ന് മാറി താമസക്കാരൊക്കെ വെച്ച് കൂട്ടിയാലും നമ്മൾ വലിയൊരു പിന്നെ സംഖ്യ കാണാനുണ്ട്. കുറഞ്ഞ ബോഡിയെ കിട്ടിയുള്ളൂ. ഒരു 10 എന്റെ ഒരു അഭിപ്രായത്തിൽ 2000 പേര് നമുക്ക് മറ്റേ അന്യസംസ്ഥാന തൊഴിലാളികൾ, കുട്ടികള്, വോട്ടേഴ്സ് ലിസ്റ്റുള്ള ആൾക്കാർ പ്രകാരം മുണ്ടക്കയത്തുണ്ട്. ആ പുഞ്ചരി കണ്ടു അതിൽ പെട്ടാന്ന് തോന്നുന്നു അല്ലേ? മുണ്ടക്കൈ ഏറ്റവും ടോപ്പാണ് ഈ പുഞ്ചിരിമട്ടം എന്ന് പറയുന്നത്. പുഞ്ചിരിമറ്റം. ഓക്കെ. അപ്പൊ SC കോളനി ഉണ്ടായിരുന്നു. SC കോളനി ഞങ്ങള് 4 കുടുംബം ഉണ്ടായിരുന്നു. അവരെയൊക്കെ ഞങ്ങൾ മാറ്റി പാർപ്പിച്ചതാണ് അന്ന് 29-ാം തീയതി. 30-ാം തീയതിയാണ് ഒരു 1:30 രാത്രി ഉരുൾപൊട്ടുന്നത്. ഏറ്റവും ടോപ്പില് പുഞ്ചിരിമറ്റത്ത് അല്ലേ? ഈ പറയുന്ന കണക്ക് പ്രകാരം 2000 പേരിൽ ഒരു 250 അല്ലെ 300 പേര് കൂട്ടാം.
അല്ല 500 പേര് കൂട്ടാ, ബാക്കി 1500 പേര് ഒഴുകിപ്പോയി എന്ന് പറഞ്ഞാൽ തെറ്റായൊരു കണക്കല്ലല്ലോ. തെറ്റാകാൻ സാധ്യതയില്ല. കാരണം വെച്ചാൽ നമുക്കിപ്പോ തന്നെ അറിയാം, നിലമ്പൂരിന്നും വണ്ടൂരിൽ നിന്നൊക്കെയാണ് ശരീരഭാഗങ്ങൾ അതുപോലെ തന്നെ മരിച്ചവരെ ബോഡിയെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഒരു കാര്യം കൂടി അതിലേക്ക് കിടക്കാം. അതിന് മുമ്പായിട്ട് ചൂരൽമലയിൽ എനിക്ക് 1400ഓളം പേര് വോട്ടേഴ്സ് ലിസ്റ്റ് ഉണ്ട്. പിന്നെ അന്യസംസ്ഥാന തൊഴിലാളി എല്ലാം കൂടി ആയിട്ട് ഒരു 1500 പേരുണ്ടാവും, കുട്ടികളെല്ലാം കൂടി ആയിട്ട്. അപ്പൊ 3000 പേരില് ഇപ്പം കിട്ടിയിട്ടുള്ള എത്ര പേര് കിട്ടിയിട്ടുണ്ടാവും? അവിടെ 65 പേരായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആ, ഞാനിപ്പോ മെഡിക്കൽ കോളേജിൽ ആയതുകൊണ്ട് എനിക്ക് അല്ല 65 കൂടുതൽ കുറെ ആൾക്കാർ രക്ഷപ്പെട്ടിട്ടുണ്ടല്ലോ അവിടെ ആദ്യമേ. ഉണ്ട്. ആ ഒരു പുഴയുടെ സൈഡ് വെള്ളം കയറി പോയത് മാത്രമേ അപകടത്തിൽപ്പെട്ടുള്ളൂ. ബാക്കിയുള്ള സ്ഥലത്ത് അങ്ങനെ. അവിടെ ഏകദേശം എത്ര വീടുകൾ പോയിട്ടുണ്ടാവും? അവിടെ 145 വീട് എന്നാണ് മെമ്പർ പറയുന്നത്. അപ്പോ നമ്മളെ അതിന്റെ ശരിയായ ഡാറ്റ ഇന്നത്തെ കൊണ്ട് ആവുന്നു. ഇന്നത്തെ ഉണ്ടാവില്ല. അപ്പൊ നമ്മള് ആ വാർഡുകളിലെ ആശാ വർക്കർമാർ, അംഗൻവാടി ടീച്ചർമാര്, പഞ്ചായത്ത് മെമ്പർമാര്, ഇപ്പോഴത്തെ പഞ്ചായത്ത് മെമ്പർമാരൊക്കെ കൂടിയിട്ട് ഇന്നലെ 3 ഗ്രൂപ്പായി തിരിഞ്ഞുകൊണ്ട് ഓരോ വാർഡിന്റെയും കണക്കുകൾ കളക്ട് ചെയ്യുന്നുണ്ട്. അല്ല, അവിടെ നോക്കുമ്പോ ഒരു പ്രത്യക്ഷം നോക്കുമ്പോ മുണ്ടക്കൈ ഭാഗം പോലെ വലിയ നഷ്ടം ഉണ്ടായിട്ടില്ല. ഇല്ല, മുണ്ടക്കൈയാണ് മൊത്തത്തിൽ വാർഡ് തന്നെ നഷ്ടമായി. ഇവിടെ ഒരു 100-500 പേരൊക്കെ ഇവിടെയും പോയിട്ടുണ്ടാവാം എന്ന് കണക്ക് കൂട്ടാം അല്ലേ? ഉണ്ടാവും. ഓക്കെ. ഇനി വളരെ പ്രധാനപ്പെട്ട കാര്യം, പിന്നെ ഈ ഒഴുകിപ്പോയ ആൾക്കാര് പുലർച്ചയ്ക്കാണല്ലോ 1 മണിക്കാണല്ലോ ആദ്യത്തെ പൊട്ടൽ ഉണ്ടാവുന്നത്. അതെ. ഈ പൊട്ടൽ ഉണ്ടായ ശേഷം ഒരു 2:30 വേറെ ഉണ്ടായിരുന്നോ? 2 പ്രാവശ്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ അവിടെ ഉണ്ട്, മുണ്ടക്കൈ ചൂരൽമല ടൗണിലുണ്ട്. ഞങ്ങൾ അതിന്റെ ബോഡി രക്ഷപ്പെടുകയത്. അവിടെ എത്ര മണിക്കാ ഉണ്ടായേ? അവിടെ ഏകദേശം ഒരു 3 മണിയോടെ അടുപ്പിച്ചാണ്. 2:45 3 മണിയോടെ അടുപ്പിച്ചാണ്. അപ്പൊ ഈ വെള്ളം മൂന്നാമത്തെ ഓക്കെ 3 മണിക്ക് വീണ്ടും പിന്നെ 4:30 മണിക്ക് ഉണ്ടായി എന്ന് പറയുന്നുണ്ട് അല്ലേ? അതെ. 2 പ്രാവശ്യമായിട്ടാണ്. അപ്പൊ ആ സമയത്ത് കുത്തി ഒഴുകി വന്ന വെള്ളം ഈ മുണ്ടക്കൈ പുഴയാണല്ലോ അല്ലേ ഉള്ളത്? അതെ. ഈ മുണ്ടക്കൈ പുഴയിൽ പതിച്ചിട്ട് മിനിറ്റുകൾക്കുള്ളിൽ ചാലിയാർ പുഴയിൽ എത്തും. ഏകദേശം 38 കിലോമീറ്ററാണ് ചാലിയാർ പുഴയ്ക്കുള്ളത് അല്ലേ? അപ്പൊ രാത്രി ഈ സന്ദർഭത്തിൽ തന്നെ കുത്തി ഒഴിച്ച് വീടിന്റെ അവശിഷ്ടങ്ങളും മരങ്ങളും വെള്ളവും കല്ലും ഒക്കെ ആയിട്ട് ഈ ബോഡികളെല്ലാം ആയിട്ട് ചാലിയാർ പുഴയിൽ കടന്നു പോയിട്ടുണ്ടാവണം. കടന്നുപോയി. അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിൽ ഏകദേശം ഒരു 1700ഓളം ആളുകള് കടലിലെത്തിയിട്ടുണ്ടാവാൻ സാധ്യതയില്ലേ? ഉണ്ട്. നമ്മളങ്ങനെ കണക്ക് വെച്ച് നോക്കുമ്പോ അങ്ങനെ സാധ്യതയുണ്ട്. ഞാൻ അവിടുത്തെ കണക്ക് കൃത്യമായി വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. നമ്മൾ പുലർച്ചയ്ക്ക് തന്നെ ഒരു 6:45 ആദ്യത്തെ ബോഡി കിട്ടുന്നത് ചാലിയാറില്, പോത്തുകലല്ലേ. അപ്പൊ അതിന് മുമ്പായിട്ട് ഒരു 1 മണി മുതൽ അങ്ങോട്ടുള്ള സമയത്ത് കഴിഞ്ഞാൽ 4 മണിക്കൂറിനുള്ളിൽ ഏകദേശം ബോഡികളൊക്കെ കടലിലേക്ക് ഒഴുകിപ്പോയിട്ടുണ്ടാവാം എന്ന് നമുക്ക് കണക്കൂട്ടാം. അപ്പൊ ഇതാണ് യഥാർത്ഥ അവസ്ഥ. ഇനി വേറൊരു കാര്യം കൂടി, ഇവിടെ ഈ പാറമട എത്രണ്ണം പ്രവർത്തിക്കുന്നുണ്ട്? അല്ല, ആ പ്രദേശങ്ങളിൽ പാറമട ഇല്ല. അതായത് അവിടെ നിന്ന് ഏകദേശം ഒരു 10-12 കിലോമീറ്റർ മാറിയാണ് പാറമട. കുറെ കാലം വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്നു. അത് അടച്ചുപൂട്ടി ക്രഷായിരുന്നു. ഇപ്പൊ ക്രഷായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ നമ്മളത് നോട്ടീസ് കൊടുത്തു പൂട്ടിച്ചിട്ട് കുറച്ച് ദിവസമായി. അതിന് ആ ഭാഗത്തേക്ക് ഒരു 3 പാറമട പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ ഒരു വാർത്ത വന്നിരുന്നു. അത് എത്ര വർഷങ്ങൾക്ക് മുൻപാ? എനിക്ക് തോന്നുന്നു ഒരു 20-25 വർഷങ്ങൾക്ക് മുൻപുള്ള. അത്രേ ഉള്ളൂ അല്ലേ? ഓക്കെ. പിന്നെ എന്തുകൊണ്ടായിരിക്കാം ഇവിടെ ആ തലേ ദിവസം തന്നെ ഒരാള് അവിടുത്തെ ഒരു വീഡിയോ അയച്ചിട്ടുണ്ട്. വെള്ളത്തിലൂടെ ഒഴുകി വെള്ളത്തിന്റെ ശബ്ദം മാറിയിരുന്നു ഉച്ചയ്ക്ക് 12:30 മണിക്ക് 2:30 മണിക്ക് എന്നൊരു ഓഡിയോ എനിക്ക് കണ്ടിരുന്നോ? വീഡിയോ കണ്ടിരുന്നു. അതിലെന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? അത് വ്യാപകമായിട്ട് കേരളത്തിൽ ഉടനീളം പ്രചരിച്ചൊരു വീഡിയോ ആണ്, ഓഡിയോ ആണ്. അപ്പൊ എന്താ സംഭവം വെച്ചാൽ അതില് ഒരുപാട് ആൾക്കാര് അത് ശരിയല്ല, തെറ്റാണ്, ആ പ്രദേശത്തിന് മോശമായി കാണിക്കാനെന്നുള്ള ഒരു വിധത്തിലാണ്. ആ ചെറുപ്പക്കാരന്റെ പേര് ജുനൈസോ എന്താ പേര്? അതെ ജുനൈസ് അല്ലേ? അപ്പൊ അത് പ്രദേശം മോശമായി കാണിക്കാനാണ് ടൂറിസ്റ്റുകൾ അവിടെ വരുന്ന ഒരു പ്രധാന വാഹനങ്ങൾക്കും അതുപോലെ തന്നെ കച്ചവടക്കാർക്കൊക്കെ ഒരു അതിന്റെ മെച്ചമുണ്ട്. അപ്പൊ അവരൊക്കെ തന്നെ വലിയ രീതിയിൽ അത് വളരെ മോശമാണ്, പ്രദേശം മോശമായി കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഓഡിയോ എന്നൊക്കെയാണ് പ്രചരിച്ചത്. താങ്കൾ അവിടെ പഞ്ചായത്ത് പ്രസിഡന്റാണ്? അതെ. മൊത്തം 20 വാർഡ് അല്ലേ? 22 വാർഡ്. 22 വാർഡ്. ഈ വാർഡിൽ ഏതൊക്കെ വാർഡുകളിലാണ് ഇപ്പം പൊട്ടൽ ഉണ്ടായിട്ടുള്ളത്?
പൊട്ടല് പിന്നെ ഞാൻ കുറച്ച് കുറെ മുന്നോട്ട് പോകേണ്ടി വരും. കുറെ മുണ്ടക്കൈയിൽ ഒരു 84 ഉരുൾപൊട്ടി ഉണ്ടായി. അവിടെ കുറെ ആൾക്കാർ ജീവനാശം സംഭവിച്ചാണ്. അതിനുശേഷം പിന്നെ ഉരുൾപൊട്ടുന്ന 2018 അതിനോട് ചേർന്ന വാർഡ് പുത്തുമല. അതിൽ 15 പേരാണ് മരണപ്പെട്ടത്. അതിൽ പിന്നെ 5 പേരെ ഇപ്പോഴും കാണാനില്ല. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായത്. അതെ. പിന്നെ 2019 മുണ്ടക്കൈ വീണ്ടും പൊട്ടുന്നത്. അത് പിന്നെ പുത്തുമലയിലെ അനുഭവം വെച്ച് നേരത്തെ ആ പ്രദേശത്തെ ആൾക്കാരൊക്കെ മഴ കാലത്തപ്പോൾ തന്നെ മാറ്റി. അതുകൊണ്ട് എന്തായി 3 വീട് മാത്രമേ പൂർണ്ണമായും തകർന്നു. കുറെ വീടുകൾക്ക് ഭാഗ്യമായി നാശനഷ്ടം സംഭവിച്ചു, മരണം സംഭവിച്ചില്ല. അപ്പോ ഇതിന്റെ വെളിച്ചത്തിലാണ് നമ്മൾ ഇതൊക്കെ ഒരു മഴ 1-2 മഴ നനയ്ക്കുമ്പോൾ തന്നെ ഗവൺമെന്റ് മിഷണറി അല്ല ഈ സമയത്ത് ഇങ്ങനെ ഒരു സംഭവം അന്ന് രാവിലെ തന്നെ ഒരു പൊട്ടലുണ്ടായി. ഈ ഗവൺമെന്റ് എത്രമാത്രം ഇതിന്റെ അകത്ത് അതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്? കേരള നമ്മള് പിന്നെ ആ സമയത്ത് പിന്നെ സെക്രട്ടറി മുഖാന്തരം പിന്നെ ഭരണസമിതി കളക്ടർക്ക് ഒരു സന്ദേശം അയച്ചിരുന്നു. ഇങ്ങനെ മുണ്ടക്കൈ പ്രദേശങ്ങൾ, പുത്തുമല, ചൂരൽമല, മുണ്ടക്കൈ പ്രദേശങ്ങളൊക്കെ തന്നെ മഴ കനത്തതുകൊണ്ട് അവിടെ ഉരുൾപൊട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ടൂറിസ്റ്റുകൾ അടക്കമുള്ള പിന്നെ വിനോദസഞ്ചാരികളെ വരവ് നിയന്ത്രിക്കണം എന്ന് പറഞ്ഞ് നമ്മള് മെയിൽ അയച്ചിരുന്നു. പക്ഷെ കലക്ടർ അത് അഡ്വഞ്ചർ ടൂറിസത്തിന് മാത്രമേ ഒതുക്കി. അപ്പോൾ ഞങ്ങൾക്ക് പിന്നെ ആ ഒരു സാഹചര്യം വന്നപ്പോഴാണ് നമ്മൾ റിസോർട്ടുകൾക്ക് വന്നവരെ ഞങ്ങൾ പറഞ്ഞത്. അതില് പിന്നെ അവര് റിസോർട്ട് അസോസിയേഷന്റെ പ്രസിഡന്റൊക്കെ വിളിച്ച് നമ്മളോട് ഭയങ്കര വഴക്കൊക്കെ ഉണ്ടാക്കിയിരുന്നു. എന്നാലും തിരിച്ചു പോയൊരു പിന്നീട് ഈ പിറ്റേ ദിവസം ഈ ഉരുൾപൊട്ടതിന് ശേഷം നമ്മളെ വിളിച്ച് പിന്നെ അവര് നന്ദി പറയുകയും ഒക്കെ ചെയ്തു. അവരെ ജീവൻ രക്ഷിച്ച് ഞങ്ങളതുള്ള ഇതോടുകൂടി. അവിടെ എത്ര റിസോർട്ടുകൾ ഉണ്ടാവും? ഏറ്റവും കൂടുതൽ റിസോർട്ട് പ്രവർത്തിക്കുന്നത് മേഖലയാണ്. പക്ഷെ നമ്മളെ ഉരുൾപൊട്ടല് പിന്നെ പോയത് ഒരു റിസോർട്ടും ഒരു ഹോം സ്റ്റേ ആണ്. അവിടെ ഏറ്റവും കൂടുതൽ റിസോർട്ടുകൾ, സ്ലിപ്പ് ലൈനുകൾ, പിന്നെ അതുപോലെ പിന്നെ ഗ്ലാസ് ബ്രിഡ്ജുകൾ അങ്ങനെയൊക്കെ ഒരുപാടുണ്ട്. ഒരു 100 ഉണ്ടോ അവിടെ? 100 നമ്മളെ പഞ്ചായത്തിനകത്ത് ഏകദേശം 600ഓളം റിസോർട്ടും ഹോം സ്റ്റേയും സ്ലിപ്പ് ലൈനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഈ മുണ്ടക്കൈ ഭാഗത്തും ചൂരൽമലയിൽ എത്ര ഉണ്ടായിരുന്നു? അവിടെ കൃത്യമായിട്ട് കണക്കറിയാൻ പറ്റില്ല. കാരണം പിന്നെ നമ്മൾ ഇതൊക്കെ റിസോർട്ടുകൾ പ്രവർത്തിക്കുന്നത് വളരെ ഉള്ളിലാണ്. കാരണം ഏന എസ്റ്റേറ്റാണ്, അങ്ങോട്ട് ആരും കയറി പോക്കില്ല. പഞ്ചായത്തിന്റെ അനുമതിയോടുകൂടി ഒന്നല്ല. എസ്റ്റേറ്റിന്റെ ഉള്ളിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതെ. നമ്മള് ലാസ്റ്റ് അന്വേഷിച്ച് പിടിച്ചു പോകുമ്പോഴായിരിക്കും ഒന്നും ഉണ്ടല്ലേ. അപ്പൊ നമ്മള് സ്റ്റോപ്പ് മെമ്മോ കൊടുക്കും. പക്ഷെ അവര് പ്രവർത്തനം നടത്തിക്കൊണ്ടേക്കും. നമ്മളൊരു 6 മാസം കൂടുമ്പോ ഈ റിസോർട്ടുകൾക്ക് സ്റ്റോപ്പ് മെമ്മോ കൊടുക്കും. കാരണം പ്രധാനമായിട്ട് അവിടെ ആന ശല്യം, മറ്റു വന്യമൃഗങ്ങളുടെ ശല്യം, പുഴയിൽ വീണ്ടും മരിക്കൽ ഇങ്ങനെ എപ്പോഴും സംഭവിക്കില്ല. നമ്മളെന്ത് നടപടി എടുത്തു എന്ന് ചോദിച്ചാൽ തന്നെ മറുപടി പറയണല്ലോ. അപ്പൊ നമ്മള് പിന്നെ സാധാരണ ഇവരെ നേരെ നമുക്ക് ആക്ഷൻ എടുക്കാനും കഴിയാത്തൊരു സാഹചര്യം. കാരണം വിനോദസഞ്ചാരം പിന്നെ നമ്മള് പിന്നെ പ്രോത്സാഹിക്കുമ്പോൾ തന്നെ അതിന് വേണ്ട നിയന്ത്രണങ്ങൾ സർക്കാരിന്റെ ഭാഗത്ത് പഞ്ചായത്തിനില്ല. അതാണ് വലിയ പ്രശ്നം. ടൂറിസത്താണ് അവിടെ ഏറ്റവും കൂടുതൽ വരുമാനം വരുന്നത് അല്ലേ? അതെ അതെ. ഈ റിസോർട്ടുകൾ പണിഞ്ഞത് അനധികൃതമായി ഉണ്ടാക്കിയത് ഇവിടെ പ്രകൃതിക്ക് ദോഷമുണ്ടായി എന്ന് പറഞ്ഞാൽ ശരിയാണോ? ഒരു പരിധിവരെ ശരിയാണ്. അതുകൊണ്ടാണ് അവിടെ കാട്ടുമൃഗങ്ങൾ, ആനയടക്കമുള്ള മൃഗങ്ങൾ പിന്നെ ഇപ്പോൾ സദാസമയം ജനവാസ കേന്ദ്രങ്ങളില്ല. കാരണം രാത്രി 10 മണിയും 11, 12 മണിയൊക്കെ ആണെങ്കിലും അവിടെ DJ പാർട്ടി അടക്കമുള്ള ഒട്ടും പാട്ടും ആകുമ്പോൾ പിന്നെ പടക്കം മുട്ടിയും ഒക്കെ ചെയ്യുമ്പോൾ ഈ ആനകളൊക്കെ നേരെ ഈ ജനവാസ കേന്ദ്രം പിന്നെ ഇപ്പൊ ഞങ്ങൾക്ക് ഫോറസ്റ്റുകാർക്കും ഞങ്ങൾ ജനപ്രതിനിധികൾക്കും സ്ഥിരമായിട്ട് ആനയെ ഓടിക്കുന്ന പണിയാണ്. ആന അവിടെ കയറി വീട് പൊളിച്ചു, ഇവിടെ കയറി വീട് പൊളിച്ചു, അങ്ങനെ പള്ളിക്കകത്ത് കയറി, അമ്പലത്തിനകത്ത് കയറി വാതിൽ പൊളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും പ്രശ്നമാണ്. ഇവിടെ ഒരു ആന ഒരു സ്ത്രീയെ രക്ഷപ്പെടുത്തി എന്ന് പറയുന്ന ഒരു സംഭവം വന്നിട്ടുണ്ട്. അതുണ്ട്. അത് എത്രമാത്രം ശരിയാവാം? അത് നമുക്ക് പിന്നെ അവര് പറയുന്ന ഒരു വോയിസ് ആണ് നമ്മൾ കേൾക്കുന്നത്. കൃത്യമായിട്ടത് നമ്മളാരും കാണാത്തതുകൊണ്ടല്ല എത്രത്തോളം വസ്തു ഉണ്ടെന്നുള്ളത് പറയാൻ കഴിയില്ല. എന്നാലും ആന അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു ഇല്ല എന്ന് നിഷേധിക്കാനും പറ്റില്ല. കാരണം ഈ പ്രകൃതി ദുരന്തം നേരത്തെ ഈ ആനകൾക്ക് അടക്കമുള്ള ജീവികൾക്ക് അറിയാമെന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അതെ. മഴ കനത്തു പെയ്യുന്ന സാഹചര്യങ്ങളിൽ മരക്കൂട്ടങ്ങളിൽ വൻ ഫോറസ്റ്റിന്റെ അകത്തൊന്നും ആന നിൽക്കൂല. ആന പിന്നെ ആ സമയങ്ങളിൽ പിന്നെ ഏറ്റവും പിന്നെ പുൽമേടുകളിലേക്കാണ് ഇറങ്ങുക. പ്രത്യേകിച്ചും ജനവാസ കേന്ദ്രങ്ങളിലേക്ക്.